Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഡിലെ ലസാന റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു പേര് പോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് സ്നാക്ക് ആയിട്ടും ഡിന്നർ ഒക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുറച്ചൊന്ന് ഹെവി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ ലസാന തയ്യാറാക്കാറ് ലസാന ഷീറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ്. ബ്രെഡ് കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ ബ്രെഡ് കൊണ്ടാണെന്ന് കരുതിയിട്ട് ലസാനയുടെ ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലസാനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണേ. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് അത്യാവശ്യം വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സവാള ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും ലസാനയ്ക്ക് അതുപോലെ കീമയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. പക്ഷെ എനിക്കത് അത്രക്ക് നല്ലത് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ മുഴുവനായിട്ട് ഒരു വൈറ്റ് കളറാവും. ഏതാണ്ട് ഒരു ഹാഫ് കുക്ക് ആകുന്ന സമയത്ത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് ഒക്കെ ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ കണ്ടില്ല മുഴുവനായിട്ട് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഹാഫ് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടൊമാറ്റോ പ്യൂരി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരിയൊക്കെ അത്യാവശ്യം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുള്ള ഏതാ കളേഴ്സ് ഉള്ള അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ചിക്കനും ടൊമാറ്റോ പ്യൂരിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. എന്നിട്ട് വെന്ത് വന്നതിന് ശേഷം ഈ ഒരു ടൊമാറ്റോ പ്യൂരിയിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ടു മീഡിയത്തിൽ മാത്രം ഇടണേ. ഇനി നമുക്കിത് അടപ്പ് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ല നമ്മുടെ ടൊമാറ്റോ പ്യൂരിയുടെ ഒക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉണക്കമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലസാനയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ഫില്ലിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലസാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ബട്ടർ ഇപ്പോൾ അത്യാവശ്യം മെൽട്ടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ ഒരു മൈദയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പം മൈദയൊക്കെ അത്യാവശ്യം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ പാൽ ഒഴിച്ചപാട് ഇങ്ങനെ കട്ടയൊക്കെ കാണാൻ പറ്റും. അന്നേരം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എല്ലാം മിക്സായിട്ട് ലൂസായിട്ട് വന്നോളൂ. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. എന്നിട്ട് കുറച്ചായിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലപോലെ കട്ട നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നന്നായിട്ട് ഇതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യാൻ നോക്കുക.
അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് കണ്ടില്ല, നന്നായിട്ട് പാലൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. എങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വൈറ്റ് സോസിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1-2 നുള്ളു മാത്രം മതി കേട്ടോ, ഒരുപാട് ആവണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലസാനിയ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് അടിയിലായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ അടിയിൽ ചെയ്യണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് ബ്രെഡ് വെച്ചാലും കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രെഡിൻ്റെ അടിയിൽ നല്ല ഫ്ലേവറും സോഫ്റ്റൊക്കെ കൂടുതൽ കിട്ടും. നമുക്ക് ഈ ഒരു സോസിന്റെ മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ലൈസസ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ സൈഡൊക്കെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു ബ്രെഡിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 80% ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ബാക്കി ഒരു 20% മാത്രം നമുക്ക് മുകളിലൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രം വെച്ച് കൊടുത്താൽ മതി. ബാക്കി മുഴുവൻ ഈ ഒരു മിഡിൽ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ, അങ്ങനെ ഒരു കറക്റ്റ് ഒരു അളവൊന്നുമില്ല. വൈറ്റ് സോസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മൊസറെല്ല ചീസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ചീസും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ചീസൊക്കെ നിങ്ങൾക്ക് എത്രയാണോ കയ്യിലുള്ളത് അതൊക്കെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ, അങ്ങനെ ഒരു കറക്റ്റ് ഒരു അളവൊന്നുമില്ല. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. ചീസിന്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി, നല്ലൊരു സ്പൈസി ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ചില്ലി ഫ്ലെക്സ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും സ്ലൈസ് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ വെക്കണേ. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ ബാക്കി വെച്ച് മുഴുവൻ വൈറ്റ് സോസ് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ആ ഒരു നമ്മുടെ ബ്രെഡിന്റെ സൈഡൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഇനി ചെയ്തോളൂ കേട്ടോ, വൈറ്റ് സോസ് ഇനി ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും വൈറ്റ് സോസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫില്ലിങ് ഞാൻ 20% ബാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിന്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരേ ലെവലിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തത് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചൊരു മൊസറെല്ല ചീസ് വെച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, ഒന്ന് നടുവേ മാത്രമായിട്ട് മതി, ഇത്രക്ക് മതി. ഇനി ഇതിന്റെ മുകളിലായിട്ട് ലാസ്റ്റ് വീണ്ടും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ അടിയിലൊരു തട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലസാന വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ പാത്രത്തിൻ്റെ അടപ്പിന് ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലസാന റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നിന്ന് എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ചൂടോട് കൂടി കട്ട് ചെയ്താലും ചൂട് തണുത്തിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ലസാന റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്നാക്ക് ഇഫ്താറിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഓയിലൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, സ്റ്റീം ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്